നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇലക്ഷന് മുമ്പ് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ തുടരുകയാണ്. HDFC, റിലയൻസ്, ICICI ബാങ്ക് തുടങ്ങിയ മറ്റുള്ള ഫിനാൻഷ്യൽ സെക്ടറിലുള്ള കമ്പനീസിലാണ് ശക്തമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നത്. ഏവിയേഷൻ സെക്ടറിലുള്ള ഇൻഡിഗോ പോലും അതിൻ്റെ റീസെൻറ്റ് ഹൈയിൽ നിന്ന് 10% ഫോൾ ആയിട്ടുണ്ട്. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും ഇല്ലാതെ മുകളിലേക്ക് പോയിട്ടുള്ളത് ഡിവിസ് ലാബാണ്. നല്ല റിസൾട്ടിന് ശേഷം ഡിവിസ് ലാബ് മുകളിലേക്ക് പോയിട്ടുണ്ട്. കൂടാതെ തന്നെ ഓയിൽ പ്രൈസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൂടി വരികയാണ്. അതുകൊണ്ട് ഓയിൽ കമ്പനീസും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എസ്പെഷ്യലി BPCയിലെല്ലാം തന്നെ 2% ഫോള് കണ്ടു. ഏഷ്യൻ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിലാണ് വ്യാപാരം തുടരുന്നത്. ഏഷ്യൻ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത് റെഡിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ് വ്യാപാരം തുടരുന്നത്. US ഫ്യൂച്ചറും റെഡിൽ തന്നെയാണുള്ളത്. ഓസ്ട്രേലിയയിൽ നിന്ന് അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ സ്പൈക്കായി, അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ മാർക്കറ്റും റെഡിൽ തന്നെ തുടരുന്നുണ്ട്. US നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മെമ്മോറിയൽ ഡേ കാരണം മാർക്കറ്റ് അവധിയായിരുന്നു. അതിനുശേഷം ഇന്നലെ US മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡേറ്റ പോസിറ്റീവായിരുന്നു. എന്നാൽ US മാർക്കറ്റ് ഓൾറെഡി തന്നെ ഒരു ഓൾ ടൈം ഹൈ ആണ് ഉണ്ടായിരുന്നത്. ഇന്നലെ നാസ്ഡാക്ക് NVIDIA എന്ന് പറയുന്ന ഒരു കമ്പനി ശക്തമായ റാലി രേഖപ്പെടുത്തിയത് കൊണ്ട് ഇന്നലെ നാസ്ഡാക്ക് റെഡിൽ അടച്ചില്ല. എന്നാൽ ഡോ ഫോൾ ആയിരുന്നു. ഇപ്പോൾ ഡോ ഫ്യൂച്ചറും സ്റ്റിൽ ഇന്ന് ഫോൾ ആണ്. അപ്പോൾ ഇനി US മാർക്കറ്റിൽ നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും GDP ഡേറ്റയും വ്യാഴാഴ്ച ദിവസം വരുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിലേക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ ഇന്ന് നോക്കുകയാണെങ്കിൽ സംവർധന, മദേഴ്സൺ സുമി അവർ ഏകദേശം 4% ഒരു റാലി രേഖപ്പെടുത്തി, മികച്ച ഒരു റിസൾട്ട് കാരണം. അതുപോലെ തന്നെ ഇന്ന് പേടിഎം 5% റാലി രേഖപ്പെടുത്തി. പേടിഎമ്മും അദാനിയും തമ്മിലൊരു ബിസിനസ് ഡീൽ, അതായത് പേടിഎമ്മിൻ്റെ സ്റ്റേക്ക് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തേക്കാം എന്നുള്ള അൺകൺഫേംഡ് ന്യൂസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എൻറ്റിയർ മാർക്കറ്റ് ഇടിഞ്ഞപ്പോഴും പേടിഎം മാത്രം ഇന്ന് 5% ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇന്നലത്തെ പോലെ തന്നെ നല്ലൊരു പ്രൈസ് ആക്ഷൻ കണ്ടു. നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് കാണാം. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. 22,800 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് റൈസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ വീണ്ടും ശക്തമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 22,705 ഇൻട്രാഡേ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം കൺസോൾഡേറ്റ് ചെയ്ത നിഫ്റ്റി 22,800 വീണ്ടും ഉയരാൻ ശ്രമിച്ചു. വീണ്ടും ശക്തമായിട്ടുള്ള സെല്ലിംഗ് കണ്ട് 22,705 ക്ലോസ് ചെയ്തപ്പോൾ ഇന്നത്തെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 116 പോയിന്റ് നിഫ്റ്റി ഫോളോ ആയിട്ടുണ്ട്. എന്നാൽ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 183 പോയിന്റ് നിഫ്റ്റി ഫോളോ ആയി. സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും 600 പോയിന്റ് വീതം ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് ഫോളോ ആയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിനിലും ശക്തമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. 355 പോയിന്റ് ഇടിഞ്ഞ് 67,972 ബിറ്റ്കോയിൻ്റെ സ്പോട്ട് ഉള്ളത്. ഗോൾഡിലും ശക്തമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. $16 പെർ ഔൺസിന് ഇടിഞ്ഞ് $2,344 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ $84.97 പെർ ബാരൽ. ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഇൻഫ്ലേഷൻ ഡേറ്റ സ്പൈക്ക് ആയത് കാരണം 1.5% ഇടിവുണ്ടായി. ചൈനീസ് മാർക്കറ്റ് ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളിൽ ഇടിവ് കണ്ടു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ കാണാം 214 പോയിന്റ് നെഗറ്റീവാണുള്ളത്. ഇന്ത്യ വിക്സ് ഇന്ന് ഫർദറായിട്ട് സ്പൈക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് നടന്നിട്ടുള്ള ആകെ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളിൽ ശക്തമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. നിഫ്റ്റിയിൽ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഹിൻഡൽകോയാണ്. ഹിൻഡൽകോയുടെ ഒരു സബ്സിഡിയറി കമ്പനി US IPO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഡൽകോ 3.5% റാലി രേഖപ്പെടുത്തി. പവർ ഗ്രിഡിന് ഓർഡർ കിട്ടി, അതുകൊണ്ട് 1.5% റാലി. ഡിവിസ് ലാബ്, നെസ്ലെ, സൺഫാർമ തുടങ്ങിയ കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും കണ്ടിട്ടില്ല. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമായിട്ട് കണ്ടിട്ടുള്ളത് HDFC ലൈഫ് ആണ്, SBI ലൈഫ്, ICICI ബാങ്ക്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ടെക്കം തുടങ്ങിയ ടെക്കം IT കമ്പനിയാണ് 2% ഒരു ഫോള് കണ്ടു. ഇനി നമുക്ക് നാളെ ഉള്ളത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഈ തവണത്തെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. നിഫ്റ്റി മാത്രമല്ല, എല്ലാ സ്റ്റോക്കുകളും അതല്ലെങ്കിൽ ഫ്യൂച്ചർ എല്ലാം തന്നെ റോൾ ഡൗൺ എല്ലാം തന്നെ ചെയ്യപ്പെടുന്ന മന്ത്ലി എക്സ്പയറി. സ്വാഭാവികമായ രീതിയിൽ വോളറ്റിലിറ്റി ഉണ്ടാകും. അപ്പോൾ നാളത്തെ എക്സ്പയറി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഫ്യൂവൽ ആഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് വോളറ്റിലിറ്റിയിൽ. കാരണം ഇലക്ഷന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ എക്സ്പയറി ആണുള്ളത്. നിഫ്റ്റിയുടെ സ്പോട്ട് 22,704 ആ ഡോട്ടഡ് ലൈനാണ് നിഫ്റ്റിയുടെ സ്പോട്ട് കാണുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് 22,500, 22,300 ഉള്ളത്. പക്ഷെ പേരിന് മാത്രമുള്ള ഒരു സപ്പോർട്ടാണ്. കാരണം വീക്കായിട്ടുള്ള സപ്പോർട്ടായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം റെസിസ്റ്റൻസ് സോൺ എല്ലാം തന്നെ വളരെ ശക്തമാണ്. PCR 0.65 അൾട്രാ ബിയറിഷ് ആണ്. 22,800, 900, 23,000 മേജർ റെസിസ്റ്റൻസ് സോൺ. ആ ലോങ് ലെങ്ത് ഉള്ള റെഡ് ബാർ കാണാം.
ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലാണ് ഉള്ളത്. ഇലക്ഷൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ താല്പര്യപ്പെടുന്നില്ല. എങ്കിൽ കൂടിയും നിങ്ങൾ മറ്റുള്ള സോഴ്സിലൂടെ ഇപ്പോഴുള്ള ഇലക്ഷൻ്റെ ഫോർകാസ്റ്റുകളെല്ലാം തന്നെ ഒരു ധാരണ വരുത്തുക. ഇതുവരെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് പല സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല അനലിസ്റ്റിംഗ് അല്ലെങ്കിൽ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള റൂളിംഗ് ഗവൺമെൻറ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്നാണ്. സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആഴ്ച ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ്സും അതല്ലെങ്കിൽ സ്വിങ്ങിൻ്റെ ക്ലാസ്സും കൊച്ചിയിൽ നമ്മൾ ഓഫ്ലൈനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതേ കോഴ്സ് ഓൺലൈനായിട്ട് നമ്മുടെ ഓഫീസിൽ വരാൻ സാധിക്കാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെ Q4 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 50% റവന്യൂ ഉയർന്നു, മികച്ച റിസൾട്ട് ആയിരുന്നു. ഇതുകൊണ്ട് ഇന്ന് സ്റ്റോക്ക് 11% സ്പൈക്ക് ഉണ്ടായി. 12 രൂപ പെർ ഷെയറിന് സ്റ്റോക്ക് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ക്യാമ്പസ് ആക്റ്റീവ് വെയർ കമ്പനിയും അതുപോലെ തന്നെ 14% ഒരു റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കമ്പനി തന്നെ അവർ നടത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള റാലി നടത്തിയ ഒരു ദിവസമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. 43% ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. സ്പോർട്സ് അത്ലറ്റിക് ഫുട്വെയർ കമ്പനിയാണ് ക്യാമ്പസ് ആക്റ്റീവ് വെയർ കമ്പനി. പവർ മെക്ക് കമ്പനി ഇവർക്ക് 500 കോടി രൂപയുടെ ഓർഡർ BHELന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. മാൻ ഇൻഡസ്ട്രീസ് കമ്പനിക്ക് 490 കോടി രൂപയുടെ സ്റ്റീൽ പൈപ്പുകളെല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഡർ ലഭിച്ചു. സിസിലോൺ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 551 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ഓർഡർ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഗുജറാത്ത് നർമ്മദ വാലി കമ്പനി ഇവർക്ക് Q4 റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 61% ഡിക്ലൈനാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കമ്പനി 16 രൂപ 50 പൈസയുടെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. SCVN കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു മേജർ അപ്ഡേറ്റ് ഉണ്ട്. റിന്യൂവബിൾ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ചെയ്യാനായിട്ട് SCVN കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജ്യോതി സ്ട്രക്ചർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5 കോടി രൂപയിൽ നിന്ന് 14 കോടി രൂപയിലേക്ക് ഉയർത്താൻ പറ്റി. ഇമാമി കമ്പനി 140 കോടി രൂപയിൽ നിന്ന് 150 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ആദാനി എന്റർപ്രൈസസ് കമ്പനി ഇവരുടെ തന്നെ പ്രൊമോട്ടേഴ്സ് ഓപ്പൺ മാർക്കറ്റിലൂടെ 73 ലക്ഷം ഷെയറുകൾ ബൈ ചെയ്തിട്ടുണ്ട്. രാംകി ഇൻഫ്ര കമ്പനി 108 നിന്ന് 57 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാംകി ഇൻഫ്ര കമ്പനി ഇന്ന് 8%-ലേറെ റാലി രേഖപ്പെടുത്തി. ദീപക് ഫെർട്ടിലൈസർ കമ്പനി ഫെർട്ടിലൈസർ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ്. 255 കോടി രൂപയിൽ നിന്ന് 215 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. എന്നാലും ഇന്ന് സ്റ്റോക്കിൽ വലിയ ഇടിവൊന്നും കണ്ടില്ല. എംടാർ ടെക് എന്നാൽ ശക്തമായിട്ടൊരു ഫോൾ ഉണ്ടാക്കി. ഇന്ന് 16%-ലേറെ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 മന്ത് ലോയിലാണ് ഇപ്പോൾ കമ്പനി ഉള്ളത്. നെറ്റ് പ്രോഫിറ്റിൽ 53% ഫോളാണ് കണ്ടത്. രത്തൻ ഇന്ത്യ എന്റർപ്രൈസസ് കമ്പനി നെറ്റ് ലോസ് ആണ് കമ്പനി ഈ തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 138 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനി ഈ തവണ 81 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. KIOCL കമ്പനി ഇവർ നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എങ്കിലും 82 കോടി രൂപ ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ഈ തവണ 43 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൽക്കം ലാബ് കമ്പനി 71 കോടി രൂപയിൽ നിന്ന് 290 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ITC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ മേജർ ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ITC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് കണ്ടത്. ITCയുടെ ഹോട്ടൽ ബിസിനസ് ഡീമർജ് ചെയ്യുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഈ ഒരു തീരുമാനത്തിനെതിരെ ഇവരുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം തന്നെ വോട്ട് ചെയ്തതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ITC ഫോൾ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ കമ്പനി ട്രിബ്യൂണൽ ITCയുടെ ഈ ഒരു ഹോട്ടൽ ബിസിനസ് ഡീമർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ് ITCനെ സംബന്ധിച്ചുള്ളത്. ഇന്ന് ശക്തമായിട്ട് നിഫ്റ്റി ഇത്രയധികം ഇടിഞ്ഞിട്ട് പോലും ITC ഇടിയാത്തതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പോൾ പോസിറ്റീവ് ന്യൂസ് ഉള്ള കമ്പനീസ് ഏറെക്കുറെ ഇടിയാതെ നിന്നു. എന്നാൽ ഓൾറെഡി തന്നെ റാലി രേഖപ്പെടുത്തിയ കമ്പനി, എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ നേരത്തെ ഇൻഡിഗോയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡിഗോ ശക്തമായ റാലി രേഖപ്പെടുത്തി, സ്വാഭാവികമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ആദാനി എന്റർപ്രൈസസ് ശക്തമായ റാലി രേഖപ്പെടുത്തി, സ്വാഭാവികമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് റീസെന്റ് ഹൈയിൽ നിന്ന് കണ്ടു. അപ്പോൾ അതാണ്, അല്ലാതെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നെഗറ്റീവ് സിനാരിയോയിലേക്കൊന്നും മാർക്കറ്റ് ഇതുവരെ പോയിട്ടില്ല. കാരണം എക്സിറ്റ് പോളിൻ്റെ ബലം ഒന്നും തന്നെ വന്നിട്ടില്ല. ഒഫീഷ്യലി ആയിട്ടുള്ള ഒരു പോളോ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ പല രീതിയിലുള്ള അനലിസ്റ്റുകൾ അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും പല തരത്തിലുള്ള ഇലക്ഷൻ റിസൾട്ട് സംബന്ധിച്ച് പല റിപ്പോർട്ടുകളും
പുറത്ത് വിട്ടേക്കാം. അതനുസരിച്ച് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു. കാരണം വെറുതെ അല്ലല്ലോ ഇന്ത്യ വിക്സ് 24 നിൽക്കുന്നത്. ഇന്ത്യ വിക്സ് 24 നിൽക്കുമ്പോൾ ആ ഒരു വാല്യൂ അനുസരിച്ച് മാർക്കറ്റ് താഴോട്ടും മുകളിലേക്കും സ്പൈക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് US മാർക്കറ്റ് പോലെ തന്നെ ഓൾ ടൈം ഹൈ എത്തി നിൽക്കുന്നുണ്ട്. US മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റും ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഡോ ഫ്യൂച്ചർ US മാർക്കറ്റ് ഓപ്പൺ ആകാനായിട്ട് ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് -200 ആണെങ്കിൽ ആ ഇന്ത്യൻ മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ സ്വാഭാവികമായ രീതിയിൽ ആ ഒരു മൂവ്മെൻറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. FIസിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നലെ FIs ബയേഴ്സ് ആയിരുന്നു. 66 കോടി രൂപ ആണെങ്കിൽ കൂടിയും അവർ ബൈ നടത്തിയിട്ടുണ്ട്. ഇന്ന് അവരുടെ വാല്യൂ വന്നിട്ടില്ല. എനിവേ വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.